അപ്പൊ നമ്മുടെ ഓരോ തലമുറകൾ വരുമ്പോഴും നമ്മൾ മെച്ചപ്പെട്ട രീതിയിൽ പോകണം. അത് ആരോഗ്യ കാര്യത്തിലാണെങ്കിലും, വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും, ജോലിയുടെ കാര്യത്തിലാണെങ്കിലും, സമൂഹത്തിലുള്ള സ്ഥാനത്തിലാണെങ്കിലും. പണ്ട് കാലത്ത് നമ്മൾ പറയും അച്ഛനെ കൊല്ലണം, കേട്ടിട്ടുണ്ടോ? പണ്ട് കാലത്ത് അങ്ങനെ ഒരു ചൊല്ലുണ്ട്, അടിക്കുമ്പോൾ ഞുള്ളണം, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? പഴഞ്ചൊല്ലുകള് പഴയ അമ്മമാരുള്ള എത്ര പേരുണ്ട്? അമ്മമാരുണ്ടെങ്കിൽ പറഞ്ഞുതരും. മോളെ അടിക്കുമ്പോൾ ഞുള്ളണം. എന്താണ് അർത്ഥം? മുറ്റം തൂക്കുമ്പോള് മുറ്റത്ത് കാടുമ്പോല് ഞുള്ളി കളയണം. അതാണ് അടിക്കുമ്പോൾ ഞുള്ളണം. അതുപോലെ അച്ഛനെ കൊല്ലണം എന്നാ പറയുന്നത്. എന്താ അതിന്റെ അർത്ഥം? പ്രസിദ്ധിയില് അല്ലെങ്കിൽ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് അച്ഛനേക്കാൾ മെച്ചപ്പെട്ട ആളായിട്ട് വരണം. അപ്പൊ നമ്മളെക്കാൾ മെച്ചപ്പെട്ട ആരോഗ്യനിലയുള്ള കുട്ടികൾ ഉണ്ടാകണമെങ്കിൽ കൗമാര പ്രായത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 40 വയസ്സോ 50 വയസ്സോ ആയിട്ട് നിങ്ങളുടെ മകൻ മന്ദബുദ്ധിയായി പോയിട്ട് നിങ്ങൾ വിലവെച്ചിട്ട് കാര്യമില്ല. പിന്നീട് ജ്യോതിഷ്പ്രമി വാങ്ങിച്ചു കൊടുത്തോണ്ടൊന്നും ശരിയാകത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നത്, ഒന്ന്, നിങ്ങളുടെ സ്പേംസിന് തകരാറ് വരാൻ പാടില്ല. നമ്മുടെ കൗമാരത്തില് നമ്മളെ ദുഷിച്ച ശീലങ്ങളിൽ ഏർപ്പെട്ടാൽ, ഉദാഹരണത്തിന് നിങ്ങൾ മയക്കുമരുന്നിന് അടിമയാകുകയാണെങ്കിൽ നിങ്ങളുടെ സ്പേമുകൾക്ക് തകരാറ് വരും. അപ്പൊ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമല്ല. ഈ പ്രായത്തില് നിങ്ങളെ മയക്കുമരുന്ന് ശീലിച്ചാൽ ഭാവിയിൽ നിങ്ങൾക്കുണ്ടാകുന്ന കുട്ടി ഒന്നുകിൽ മന്ദബുദ്ധിയാവുകയോ അല്ലെങ്കിൽ വൈകല്യമുള്ള കുട്ടികളാവുകയോ ചെയ്യും. രണ്ടാമത്, ശരീരത്തിന് വെളിയിലാണ് നമ്മുടെ ഈ സ്പ്രോട്ടം ദൈവം തന്നിരിക്കുന്നത്. അതിന് കാരണം ശരീരത്തിന്റെ ഊഷ്മാവിൽ, കുറഞ്ഞ ഊഷ്മാവിൽ മാത്രമേ സ്പേം പ്രൊഡക്ഷൻ ശരിയാകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റിസ് ശരീരത്തിന് വെളിയിൽ തന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇറങ്ങാതെ ശരീരത്തിനുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ടെസ്റ്റിസ് ഉള്ളവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നതിന് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ചെറുപ്പത്തിലെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ 2 ടെസ്റ്റിസ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ആൺകുട്ടികളെ, ഇത് പെൺകുട്ടികളുടെ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ കോട്ടൺ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കണം. അടിവസ്ത്രങ്ങള് നമ്മൾ അതിന്റെ ബ്രാൻഡ് അംബാസഡർ നോക്കി ആര് ധരിക്കുന്ന നോക്കിയല്ല ധരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിവസ്ത്രങ്ങള് ഷാരൂഖ് ഖാൻ ഉപയോഗിക്കുന്ന അടിവസ്ത്രമല്ല. നമ്മുടെ നാട്ടില് നമ്മൾ കോട്ടൺ കൊണ്ടുള്ള അടിവസ്ത്രം ഉപയോഗിക്കണം. അല്ലാത്ത പക്ഷം ഇറുകിയ മറ്റു രീതിയിലുള്ള അടിവസ്ത്രങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ സ്പ്രോട്ടത്തിന്റെ ടെമ്പറേച്ചർ കൂടും. അങ്ങനെ കൂടിക്കഴിഞ്ഞാല് നിങ്ങളുടെ സ്പേമിന്റെ വളർച്ചയെയും അതിന്റെ ആകൃതിയെയും അതിന്റെ മൊബിലിറ്റിയെയും ബാധിക്കും. എന്ന് മാത്രമല്ല, കൗമാരത്തിലെ 2 വീലറുകൾ നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. 2 വീലറുകൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ചൂട് കാരണം സ്പേം പ്രൊഡക്ഷനെ ബാധിക്കാം. എന്ന് മാത്രമല്ല, ഇത് ഇന്റർനെറ്റിന്റെയും കമ്പ്യൂട്ടറിന്റെയും ഒക്കെ കാലഘട്ടമായതുകൊണ്ട് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആൺകുട്ടികൾ എന്താ ശ്രദ്ധിക്കണം?